ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പാവയ്ക്ക കൊണ്ടൊരു തീയൽ ഉണ്ടാക്കാം. അതിനായി ഞാൻ തേങ്ങ വറുത്ത് വച്ചിരിക്കുകയാണ്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ശകലം പെരിഞ്ചീരവും കൂടി ചേർത്ത് വറുത്ത് വച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ടതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോൾ 2 സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് വഴറ്റിയത്. പിന്നെ നമുക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അടുത്തതായി ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതാണ് ചേർക്കേണ്ടുന്നത്. തീയലാകുമ്പോൾ ഉരുളക്കിഴങ്ങും ഉള്ളിയും വേണമല്ലോ. അങ്ങനെ സാധാ തീയൽ വെക്കുന്നത് പോലെ തന്നെ അങ്ങനെ എല്ലാം കൂടി ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർക്കാം. തക്കാളി, ഉരുളക്കിഴങ്ങ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പാവയ്ക്ക ഇത്രയുമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് വേവാനായിട്ട് വെക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഈ രീതിയിൽ അരച്ചെടുക്കണം. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കാം. പുളി ഒഴിക്കുന്നത് കയ്പ്പ് അറിയാതിരിക്കാനാണ്. പാവയ്ക്കായ്ക്ക് ചെറിയ കയ്പ്പ് കാണുമല്ലോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് എണ്ണ തെളിയും വരെ കിടക്കണം. ഇത് ചോറിനും മാത്രമല്ല അപ്പത്തിനും ദോശയ്ക്കുമൊക്കെ ഒരുപോലെ കോമ്പിനേഷനാണ്. അങ്ങനെ സിമ്പിളായിട്ടുള്ള പാവയ്ക്ക തീയൽ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.